Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Morning. സുഖം എങ്ങനെയുണ്ടായി 2-3 ദിവസം ഒഴിവായിരുന്നല്ലേ? എന്തായിരുന്നു പരിപാടി? മോർണിംഗ് ആയിഷ. രണ്ടു ദിവസം കറങ്ങി അല്ലേ? ഹോസ്പിറ്റൽ. മോർണിംഗ് മോർണിംഗ്. ഓക്കെ. മോർണിംഗ് വിദ്യ. മോർണിംഗ്. ഞങ്ങൾക്ക് ഇവിടെ ശനിയാഴ്ച കോൺവൊക്കേഷൻ ആയിരുന്നു. ഇവിടെ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. 29 ബാച്ചിന്റെ ആയിരുന്നു കോൺവൊക്കേഷൻ സാറ്റർഡേ. പിന്നെ അടുത്തത് HA18 ആണ്. എന്റെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റില്ലേ കോൺവൊക്കേഷന്? എത്തൂല്ലേ നിങ്ങളെല്ലാവരും? യെസ്. സ്മാർട്സ്യുടെ വീഡിയോസ് ഒക്കെ കാണാറില്ലേ? കോൺവൊക്കേഷൻസിന്റെ വീഡിയോസ്. നമുക്ക് മണിയില്ലേ കറുത്ത കോട്ട്? ഡാൻസ് ഒക്കെ ഉണ്ടോ? ഓക്കെ. എല്ലാ പ്രോഗ്രാമിലും ഡാൻസ് ഉണ്ടാവും. നിങ്ങൾ ഓരോന്ന് പഠിച്ചിട്ട് പോരെ, നമുക്ക് കളിക്കാം. HA ഇതുവരെ HA കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. പാട്ടൊക്കെ പാടാറുണ്ട് ആരെങ്കിലും ഒക്കെ വന്ന്. അത് അവിടെ ഇരിക്കുന്നതോട് തന്നെ സ്റ്റേജിലേക്കൊന്നും വരില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോരെ, നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാം. നേരിട്ട് കണ്ടിട്ടുണ്ടോ ആയിഷ? എങ്ങനെയുണ്ട് തന്നെ നേരിട്ട് ഡാൻസ്? എവിടെ കണ്ടു? ആണോ? ആയിഷ ഏത് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശരി. ഏത് ബാച്ച് ആയിരുന്നു ആയിഷ?
ഓക്കെ ഓക്കെ. ഈ അടുത്തെങ്ങനെയാണോ കഴിഞ്ഞത്? സൺവിയിൽ വെച്ചായിരുന്നോ? സൺവി കോൺവെക്കേഷൻ സെന്ററിലായിരുന്നോ? ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെയാണ് അല്ലെ? ഏതെങ്കിലും ബാച്ച് ആയിരിക്കും. Okay. നല്ല മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ടോപ്പേഴ്സിന്റെ അവാർഡാണ് ആദ്യം കൊടുക്കുന്നത്. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് റിക്രൂട്ട്മെന്റ് എടുത്തു. റിക്രൂട്ട്മെന്റിലെ ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് 3 പോയിന്റ്സ് പറഞ്ഞിരുന്നു. എന്തെണ്ണം പറഞ്ഞോളാം മൊബി? ഓക്കെ, ഏതൊക്കെയാണ് പറഞ്ഞത്? സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, condition of the employment in the community where the organization is. PDF എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? Organization is located. The third one എന്താണ്? The result of past recruiting efforts which show the organization capacity to locate and keep good performing people. Third point ഒന്ന് നോക്കൂ. The result of past recruiting efforts which show the organization capacity to locate and keep good performing people. Recruitment affect ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്താണ്? Performing of people എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ കണ്ടെത്തിയാണ് ഇവിടെ നിലനിർത്തുന്നത് അല്ലെ? അതായത് ഓൾറെഡി ഒരു ഓർഗനൈസേഷനിലെ കണ്ടീഷൻസ് ഒക്കെ അട്രാക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അതിലെ കപ്പാസിറ്റി ഒക്കെ അട്രാക്ട് ചെയ്ത് വരുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കില്ല, ജീവനക്കാർ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ആൾക്കാരെ മാത്രമാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് വഴി നിലനിർത്തുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൂചകമാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫക്റ്റിംഗ് ഫാക്ടർ ആണിത്. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ മാത്രം, അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എഫേർട്സിൽ നല്ല ജീവനക്കാരെ കണ്ടെത്തി അവരെ എന്താണ് ഒരു ഓർഗനൈസേഷൻ അച്ചീവ്മെന്റ്സിന് വേണ്ടി അവരെ നിലനിർത്തുന്നത്. ഓക്കെ, ഓർഗനൈസേഷന്റെ കഴിവിനെയാണ് ഈ ഒരു ഫാക്ടർ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ മുൻകാല റിക്രൂട്ട്മെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനെ സ്വാധീനിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, മുൻകാല റിക്രൂട്ട്മെന്റ് എടുത്ത് നോക്കിയാൽ എന്താണ്, ഏറ്റവും മികച്ച ആൾക്കാരെ മാത്രമേ നമ്മൾ അതിലും സെലക്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ? അതിന് മുൻവർഷ റിക്രൂട്ട്മെന്റ്സുകൾ നോക്കിക്കഴിഞ്ഞാലും ഗുഡ് പെർഫോമിംഗ് പീപ്പിൾസിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് പെർഫോമറെ മാത്രം. യെസ്, അപ്പോ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മൾ ഏറ്റവും നല്ല ജീവനക്കാരെ മാത്രം തിരഞ്ഞെടുക്കുന്നത്. മുൻകാല വർഷത്തെ നോക്കിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റീസ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നമുക്കറിയാം ബെനഫിറ്റ്സും പാക്കേജസും അല്ലെങ്കിൽ സാലറി പാക്കേജസുകളും, മാത്രമല്ല വർക്കിംഗ് കണ്ടീഷൻസ്. ഇത് നാലും ഓരോ ജീവനക്കാരെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ് അല്ലെ? നല്ല സാലറി, നല്ല വർക്കിംഗ് കണ്ടീഷൻ, മറ്റ് ബെനഫിറ്റ്, പാക്കേജസ്. പാക്കേജസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയായിട്ട് വരുന്നത്? പാക്കേജസ് സാലറി മാത്രമാണോ അതിൽ ഉൾപ്പെടുന്നത്? ബെനിഫിറ്റ് പാക്കേജസിൽ വരുന്നത് സാലറി പ്ലസ് ബോണസ്, ഇതെല്ലാം തന്നെ അല്ലെ? യെസ്, അതായത് ഹ്യൂമൻ റിസോഴ്സിൽ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതെല്ലാം തന്നെ. അതായത് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, ബെനിഫിറ്റ് പാക്കേജസുകൾ തുടങ്ങിയത്. ഓക്കെ, മാത്രമല്ല എന്താണ് working atmosphere on Sadhya, working atmosphere and salary and benefits packages offered by the organization which may influence turnover and demand future recruiting. എന്താണ് ഡിമാൻഡ് ഫ്യൂച്ചർ റിക്രൂട്ടിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? ഡിമാൻഡ് ഫ്യൂച്ചർ റിക്രൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണോ? ഭാവിയിലേക്ക് അല്ലെ? നമ്മള് ഇപ്പൊ കൊടുക്കുന്ന പാക്കേജസും അല്ലെങ്കിൽ സാലറി ബെനിഫിറ്റ്സ് ഒക്കെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം വേണ്ടിയിട്ടല്ല, നമ്മള് ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെ ഓർഗനൈസേഷന് ഇനിയും വളരാൻ സാധ്യതയുണ്ട് അല്ലെ?
ഓക്കെ, അപ്പോ ഇനി ഫ്യൂച്ചറിൽ വരുന്ന കൂടുതൽ റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇത് സഹായകരമായിരിക്കും. ഓക്കെ, എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഒരേ സാലറി പാക്കേജ് തന്നെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് എല്ലാ വർഷവും അല്ല. ചിലപ്പോ ഒരു വർഷം അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സാലറി ബേസ്, അല്ലെങ്കിൽ നമ്മൾ സാലറി ബേസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പാക്കേജസിൽ തന്നെ എന്താണ് വരും കാലാപേക്ഷ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ പാക്കേജസുകൾ സാലറി ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. അടുത്തത് എന്താണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ. വിത്ത് എന്നുള്ളതില്ല കേട്ടോ, ഇവിടെ വിത്ത് എന്ന മിസ്റ്റേക്ക് ആണ്. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? വളർച്ച, ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എങ്ങനെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യും? എങ്ങനെ അഫക്ട് ചെയ്യും? എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഓർഗനൈസേഷന്റെ ഗ്രോത്തിനെ? ഗ്രോത്ത് ഉള്ള ഓർഗനൈസേഷനല്ലേ ആവശ്യാനുസരണം റിക്രൂട്ട്മെന്റ് നടക്കുകയുള്ളൂ. നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല നല്ല രീതിയിലുള്ള യെസ്, ഗ്രോത്ത് ഉള്ള ഓർഗനൈസേഷൻ മാത്രമേ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരൻ ഉണ്ടായിരിക്കുള്ള ആ സ്ഥാപനം അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ. അതായത് ഒരിക്കലും ഒരു വളർച്ച കുറവുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു ഓർഗനൈസേഷൻ എന്ന് നല്ല രീതിയിലുള്ള ജീവനക്കാരോ അല്ലെങ്കിൽ നല്ലൊരു എന്താ ഓർഗനൈസേഷൻ തന്നെ എന്താണ് യാതൊരു ബെനിഫിറ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും പോകും. ഓക്കെ, അപ്പൊ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് തന്നെയാണ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷന്റെ പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷന് മികച്ച വളർച്ചയ്ക്ക് കാരണം എന്നുള്ള ആരൊക്കെയാണ്? എംപ്ലോയീസ് തന്നെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളും ഒരു ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അധികം പോപ്പുലർ അല്ലാത്തൊരു സ്ഥാപനം നമ്മൾ ചൂസ് ചെയ്യാറുണ്ടോ? അധികം പോപ്പുലർ അല്ലാത്തൊരു സ്ഥാപനം നമ്മൾ ചൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യം എന്താണ് നോക്കാറ്? മാർക്കറ്റിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം സ്റ്റാൻഡേർഡുള്ള ഒരു ഓഫീസാണ്, എത്രത്തോളം ഒരു കമ്പനിയാണ് നമ്മൾ സെലക്ട് നോക്കും അല്ലെ. അവർക്ക് റെപ്യൂട്ടേഷൻ ആണ് അവിടെ നോക്കുന്നത്. റെപ്യൂട്ടേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രോത്ത് തന്നെയാണ് അല്ലെ. നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്ഥാപനത്തിന് ആ റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ റിവ്യൂസ് നോക്കും. വിപണിയിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നല്ല നിലവാരമുള്ള ഒരു കമ്പനി ഏതാണെന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളവിടെ ജോലിക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റിൽ നമ്മളിപ്പോ ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഇത് കൂടുതൽ അന്വേഷിക്കുന്നത് അല്ലെ. പോയി കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ആണോ, എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആദ്യം ചിന്തിക്കും. അപ്പോൾ ഏറ്റവും മോശമായ ഒരു സ്ഥാപനത്തിൽ ആരും വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല അല്ലെ. അല്ലെങ്കിൽ മോശം പ്രൊസീജിയേഴ്സ് പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യില്ല. നമ്മൾ ഒരിക്കലും അട്രാക്ട് ചെയ്യാത്ത കാരണങ്ങളാണ് അല്ലെ. അപ്പോ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത് ഒന്ന് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ആണ് കേട്ടോ. അടുത്തത് എന്താണ്? The level of seasonality of operations and future expansion and production programmers. Level of seasonality നമുക്ക് ഓൾറെഡി അറിയാം. ഓൾറെഡി നമ്മൾ ചിന്തിച്ചാൽ ബിസിനസ് എന്ന് പറയുന്നത് സീസൺ ബേസ്ഡ് ആണ് അല്ലെ. ബിസിനസ് ആണോ? എന്തുകൊണ്ടാണ് സീസൺ ബേസ്ഡ് ആണെന്ന് പറയുന്നത്? നമ്മൾക്ക് ഇപ്പൊ നമ്മള് ഒരു തുണിക്കട അല്ലെങ്കിൽ എന്താ പറയാ ഒരു തുണിക്കട എടുക്കുന്ന ഒരു ക്ലോത്ത് ഷോപ്പ്, അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്ന ഏത് സമയത്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്ന ഏത് സമയത്തായിരിക്കും? ഈദ്, ഓണം, ക്രിസ്മസ്. എന്തുകൊണ്ടാണ് ഈ സമയത്തൊക്കെ നമുക്ക് തിരക്ക് വരുന്നത്? എന്തുകൊണ്ടാണ്? ഫെസ്റ്റിവൽ സീസൺസ് ആണ് അല്ലെ. ഫെസ്റ്റിവൽ സീസണില് ആൾക്കാർ കൂടും, തിരക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പർച്ചേസ് പോകുന്ന ഒരു സമയമാണ് അല്ലെ. ഡിമാൻഡ് കൂടുതലുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ പോകുന്ന എല്ലാ കടകളിലും ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഒന്നോ രണ്ടോ സ്റ്റാഫ് മാത്രമായിരിക്കും കടയിൽ ഉണ്ടാവുന്നത്? അല്ല, ഒത്തിരി സ്റ്റാഫുകൾ നമ്മൾ ആ ഒരു സമയത്ത് കാണാറുണ്ട് അല്ലെ. എക്സ്ട്രാ സ്റ്റാഫുകൾ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് എക്സ്ട്രാ സ്റ്റാഫിനെ ആ ഒരു സമയത്ത് കാണുന്നത്? എന്തുകൊണ്ടാണ്? തിരക്ക് കൂടുതലുണ്ടെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണത് ഏറ്റവും കൂടുതൽ സ്റ്റാഫുകൾ നമ്മൾ ആ സമയത്ത് കാണുന്നത്? നമ്മള് ടെമ്പററി ആയിട്ട് കുറെ സ്റ്റാഫുകൾ ആ ഒരു സമയത്ത് എടുക്കും അല്ലെ.
യെസ്, അതായത് ഓർഗനൈസേഷൻ ഓൾറെഡി മുന്നിൽ കാണും, ഫ്യൂച്ചറെ പ്രിഡിക്ട് ചെയ്തിട്ട്, അതായത് ഇന്ന സീസൺ വരുന്ന സമയത്ത്, സീസണാലിറ്റി ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് നമ്പർ ഓഫ് കസ്റ്റമർ അല്ലെങ്കിൽ എംപ്ലോയീസിന് ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെ. യെസ്, അതായത് ടെമ്പററി സ്റ്റാഫുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റിൽ തന്നെ എന്താണ് ഓൾറെഡി നമ്മള് എന്താണ് കുറച്ച് പേര് ഈ വെയിറ്റ് ലിസ്റ്റിനൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ വെയിറ്റ് ലിസ്റ്റിൽ മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു സീസൺ ടൈം ആവുന്ന സമയത്ത് അവർ ഈ ഒരു സമയത്തേക്ക് എന്താണ് അത് കുറച്ച് നാളത്തെ ഒരു പീരീഡിലേക്ക് മാത്രം അങ്ങനെ റിക്രൂട്ട് ചെയ്ത് കയറ്റാറുണ്ട്. ഓക്കെ, യെസ്, അതായത് ഓൾറെഡി റിക്രൂട്ട്മെന്റ് നടത്തിയ സമയത്ത് നമ്മൾ കുറച്ച് പേര് റിജക്ട് ചെയ്തിരുന്നു അല്ലെ, അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് ഇട്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് ഈ ഒരു പോയിന്റ് അവിടെ പറയുന്നില്ല കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം സീസണാലിറ്റി സമയത്ത് ഇത്തരം സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കുന്നു. അതായത് സീസൺ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ആൾക്കാർ വരുന്നത്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ സിറ്റുവേഷൻ എടുത്തപ്പോഴും കൊറോണ നിപ്പയൊക്കെ വന്ന സമയത്താണ് ഹോസ്പിറ്റലിലെ ജീവനക്കാർ കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടി വന്നിരുന്നത് അല്ലെ. യെസ്, പ്രത്യേകിച്ച് അതേപോലെ തന്നെ ഡിസാസ്റ്റർ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പോൾ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ നമ്മൾ പഠിച്ച എന്താണ്, പുറത്തുനിന്നുള്ള ഇപ്പൊ ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ആ ഒരു സമയത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു അല്ലെ. അത് പക്ഷെ റിക്രൂട്ട്മെന്റിന്റെ ബേസിസ് അല്ല, എങ്കിൽ പോലും ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. യെസ്, അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ സീസൺ അനുസരിച്ച് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അത്തരം സന്ദർഭങ്ങളിൽ ജീവനക്കാരെ ആവശ്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ. എന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നത്? ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാംസ്. ഭാവിയിൽ ആ ഒരു ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ മോർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ സ്കിൽഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും അല്ലെ. യെസ്, അതേപോലെ തന്നെ മോർ ഇപ്പൊ നമ്മുടെ എന്താ പറയാ പേഴ്സണൽ പോളിസീസിൽ തന്നെ നമ്മൾ എന്ത് കൊണ്ടുവരും, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം അല്ലെ. ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതിൽ തന്നെ ഭാവിയിൽ ചിലപ്പോൾ എന്താണ് ആ പേഴ്സണൽ പോളിസി പഠിച്ച് നോക്കുന്നില്ലേ, റൂൾസ് ആണ് അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആ പോളിസിയിൽ നമ്മൾ എന്താണ് ഭാവിയിൽ മാറ്റം വന്നേക്കും, വരുത്താനുള്ള സാധ്യതയുണ്ട്. അതിലുള്ള പ്രോഗ്രാംസിൽ നമ്മൾ എന്താണ് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധ്യത. അപ്പം എന്താണ് ചിലപ്പോ അങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് വേറൊരു എന്താ പറയാ, ഇപ്പോ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ മറ്റൊരു സ്ഥാപനം കൂടി അല്ലെങ്കിൽ അതിനെ തന്നെ കെയർ ചെയ്യുന്ന രീതിയിൽ മറ്റൊരു സ്ഥാപനം കൂടി തുടങ്ങുകയാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ജീവനക്കാർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ആ പോളിസീസിൽ ചിലപ്പോൾ പുതിയ റൂൾസുകൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഭാവിയിലെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അല്ലെ. അതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ നമുക്ക് ഇതെവിടെ ശരിക്കും പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ആണ് അല്ലെ. നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു സെക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്. സീസണാലിറ്റി നോക്കും, ഇത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ജീവനക്കാരെ എണ്ണം കൂടുതലാകണം. അതേപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻസിൽ നമ്മൾ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ മാറ്റം വരുന്നതിനനുസരിച്ച് ഓർഗനൈസേഷൻ എന്താണ് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്ത് സീസണാലിറ്റി ഓപ്പറേഷൻസും ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് ആണ് മറ്റ് പ്രോഗ്രാംസുകളും എല്ലാം തന്നെ. ഓക്കെ, ഇനി അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ, ഇക്കണോമിക്, ലീഗൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. അപ്പൊ ഓരോന്നായി നോക്കാം നമുക്ക്. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന കൾച്ചറൽ ഫാക്ടർ എന്തായിരിക്കും? റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന കൾച്ചറൽ ഫാക്ടർ ഡെമോഗ്രാഫിക് ഡാറ്റ. അതേപോലെ തന്നെ എന്താണ് വാല്യൂസ് വരൂടെ, വാല്യൂസ് മൂല്യങ്ങൾ. യെസ് യെസ്, എന്ത് മൂല്യങ്ങളാണ് വരുന്നത്? കൾച്ചറൽ ഫാക്ടേഴ്സിൽ എന്ത് മൂല്യങ്ങളായിരിക്കാം വരുന്നത്? വാല്യൂസ് എന്ന് പറഞ്ഞു, എന്ത് വാല്യൂ ആണെന്ന് പറഞ്ഞില്ല. വരാം. യെസ്, കൾച്ചറൽ ഫാക്ടേഴ്സിലെ പാരമ്പര്യം നമ്മൾ നോക്കുക അല്ലെ. ആ ഓർഗനൈസേഷന്റെ എത്ര വർഷം എന്ന് മുതലാണ് ആ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്, അതൊരു കൾച്ചറൽ ഫാക്ടർ ആണ് അതിന്റെ അല്ലെ. അതായത് ആ സ്ഥാപനം നിലനിൽക്കുന്നതിന്റെ പാരമ്പര്യം, ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പാരമ്പര്യമുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ആയുർവേദ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കോട്ടക്കൽ ആയുർവേദശാല ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കോട്ടക്കൽ ആയുർവേദശാല
നല്ല പാരമ്പര്യമുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഓക്കെ, അതിനെ അഫക്ട് ചെയ്യുന്ന കൾച്ചറൽ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പാരമ്പര്യം തന്നെയാണ് അല്ലെ. യെസ്, അത് എത്രയോ വർഷമായി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. പുതിയ പുതിയ ട്രീറ്റ്മെന്റ്സുകൾ, ഒരുപാട് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്ത് നല്ല ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, അത് കൊണ്ടുവന്നത് ആ ഒരു സമയത്ത് തുടക്കം മുതൽ ഇപ്പോ വരെ അത് നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം അവർ അതിന്റെ പാരമ്പര്യം അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അല്ലെ. അപ്പോൾ അതാണ് എന്റെ ഒരു ഓർഗനൈസേഷന് കൾച്ചറൽ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പാരമ്പര്യമാണ്. അതിന്റെ മൂല്യങ്ങളാണ്, അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കുറച്ച് സവിശേഷതകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്തായിരിക്കും? ഇക്കണോമിക് ഫാക്ടേഴ്സ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ്. അതേപോലെ തന്നെ സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ. പ്രോഫിറ്റ് ഒക്കെ ഇക്കണോമിക് ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? സാലറി എക്സ്പെക്ടേഷൻസ്, എംപ്ലോയീസിന്റെ സാലറി എക്സ്പെക്ടേഷൻസ് എല്ലാം എക്കണോമിക് ഫാക്ടേഴ്സിൽ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗ്രോത്തും. ഓക്കെ, പിന്നെ ലീഗൽ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ലീഗൽ ഫാക്ടേഴ്സ് എംപ്ലോയ്മെന്റിന്റെ ലോസ് അല്ലെ. എംപ്ലോയ്മെന്റ് ലോസ്, റെഗുലേഷൻസ്, കംപ്ലൈന്റ്സ് എല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? ലീഗൽ, നിയമപരമായിട്ടുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? എംപ്ലോയീസിന്റെ ലോസുകൾ അല്ലെ. അതായത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ള നിയമങ്ങൾ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർക്ക് വേണ്ടിയുള്ള പരാതി, അവരുടെ പരാതികളുടെ അല്ലെങ്കിൽ എന്താ പറയാ കംപ്ലൈന്റ്സ് അല്ലെ. എന്താ പറയാ, ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയാം. പരാതിക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു അതോറിറ്റി കൂടി അവരുടെ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം. ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് റിക്രൂട്ട്മെന്റ്. എന്തൊക്കെയാണ്? ഒന്ന്, ഓർഗനൈസേഷന്റെ സൈസ്, അതോടൊപ്പം തന്നെ എന്താണ്? എംപ്ലോയ്മെന്റ്, അവർക്ക് തൊഴിൽ വ്യവസ്ഥകൾ, എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, പിന്നെ എന്താണ്? പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സുകൾ അല്ലെങ്കിൽ നല്ല ജീവനക്കാരെ കണ്ടെത്താനുള്ള അവരുടെ പരിശ്രമങ്ങള്, പിന്നെ എന്താണ്? വർക്കിംഗ് അറ്റ്മോസ്ഫിയേഴ്സ്, സാലറി, ബെനിഫിറ്റ്സ് പാക്കേജസ് ആൻഡ് ഡിമാൻഡ് ഫ്യൂച്ചർ ഇൻ റിക്രൂട്ട്മെന്റ്, പിന്നെ ഓർഗനൈസേഷന്റെ ഗ്രോത്ത്, സീസണാലിറ്റി ഓപ്പറേഷൻസ്, ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, മറ്റ് വാല്യൂസുകൾ ഏതൊക്കെയാണ്? കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്യാമോ? അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ ടിക്ക് ചെയ്തോളൂ. ഫസ്റ്റ് ടോപ്പിക്, the size of the organization ടിക്ക് ചെയ്യാം. Fourth one, working atmosphere. നാലാമത്തെ പോയിന്റ് ടിക്ക് ചെയ്യാം. 5, growth rate of organization. 7th point, cultural and economic legal factors. അത്ര ഹെഡ് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, 1, 4, 5, 7. ഓക്കെ, കറക്റ്റ് ആണോ? 1, 4, 5, 7. യെസ്, നമ്മൾ പഠിക്കുന്നത് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? അതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയാണ്. റിക്രൂട്ട്മെന്റ് പോളിസിക്ക് ശേഷം എന്താണ് ബാക്കി അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 elements. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒരു 5 എലമെന്റ്സിന്റെ കീഴിലാണ് നമ്മൾ നടത്തപ്പെടുന്നത്. ഓക്കെ, പേഴ്സണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പോളിസിയുടെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? റിക്രൂട്ട്മെന്റ് പോളിസി. A recruitment policy is a declaration on how you hire. It defines your company's preferred hiring practice and encourages consistency within your employees' recruiting process.
Such a policy declares the objective of the recruitment and provide a framework implementation of the recruitment program. In the form of procedure, its broad sense, a recruitment policy sense involve a commitment by the employer to such general principles. Okay, അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്? ഡിക്ലറേഷൻ ആണ് അല്ലെ? റിക്രൂട്ട്മെന്റ് പോളിസി ഇസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെ അവിടെ നിയമിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ടായിരിക്കും? എല്ലാ കമ്പനീസിനും റിക്രൂട്ട്മെന്റ് പോളിസി ഉണ്ടായിരിക്കും. അവരുടേതായിട്ടുള്ള നിയമങ്ങൾ അടങ്ങുന്ന ആരെ ഏതൊക്കെ ജീവനക്കാരെ എങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതിനുവേണ്ടി മാത്രമായ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ചട്ടക്കൂട് എന്ന് പറയും അല്ലെ? ചട്ടക്കൂട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് അല്ലെ? ആരൊക്കെ എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലായിരിക്കണം റിക്രൂട്ട്മെന്റ് പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് പോളിസി പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസ്, 4 ജനറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് പോളിസി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഒരു തൊഴിലുടമയുടെ എംപ്ലോയേഴ്സിന്റെ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതായത് ജനറൽ പ്രിൻസിപ്പിൾസ് പൊതുവായിട്ടുള്ള കുറച്ച് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ് 4 പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 4 എണ്ണം. To select and employ the best qualified person for each job. Second one, to employ the best and most promising of those hired. To offer favorable opportunities for lifetime working careers. To provide programmers and facilities for personal growth on job. Okay. അപ്പോ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ 4 ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആദ്യത്തേത് ഏതാണ്? To select and employ the best qualified person for each job. ഇവിടെ എന്താ ആദ്യം നോക്കുന്നത്? നമ്മൾ എങ്ങനെയുള്ളവരെയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്? ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് അല്ലെ? ഓരോ ജോലിക്കും വേണ്ട ഏറ്റവും മികച്ച ജീവനക്കാരെ മാത്രം, ഏറ്റവും ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താണ്? To employ the best and most promising of those hired. എന്താണ് to employ the best and most promising of those hired എന്ന് പറയുന്നത്? നിയമിച്ചവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ സെലക്ട് ചെയ്തു, അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉറപ്പ് കൊടുക്കുക. അതായത് എന്തിനുള്ള ഉറപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്? മികച്ച വാഗ്ദാനങ്ങൾ കൊടുക്കണം അല്ലെ? ബെസ്റ്റ് ജോബിനോടൊപ്പം തന്നെ എന്താണ് അവർക്ക് വേണ്ട മികച്ച വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടായിരിക്കണം അവരെ സെലക്ട് ചെയ്യുന്നത് അല്ലെ? യെസ്, അതായത് സെലക്ട് ചെയ്തവർക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി എന്ത് കൊടുക്കും? അതായത് ബെനിഫിറ്റ്സുകളാണ് അവിടെ പറയുന്നത് അല്ലെ? നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്, അത് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഒരു ഭാഗമാണ്, പ്രധാന പ്രിൻസിപ്പിൾസിൽ ഒന്നാണ്. ഓക്കെ, യെസ്. ദെൻ to offer favorable opportunities for lifetime working careers. To offer favorable opportunities for ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓരോ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നോക്കി, to offer favorable opportunities for lifetime working careers. എന്തായിരിക്കും ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്? യെസ്, ഫോർ ഫ്യൂച്ചറിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? അവർക്ക് ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്, അതായത് നല്ല അവസരങ്ങൾ കൊടുത്തിട്ട് അല്ലെ? ഇപ്പോ ഏറ്റവും നല്ല സാലറീസ് ആയിരിക്കാം, മറ്റു പാക്കേജസുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അക്കോമഡേഷൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ഓഫർ ചെയ്യുന്നതായിരിക്കും അല്ലെ? എല്ലാത്തരം ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്ന രീതിയിലായിരിക്കുള്ളൂ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവരെ കൂടുതലായിട്ട് ആ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് മാത്രമല്ല, അവരുടെ കരിയർ വികസിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം റിസോഴ്സസും ഫേവറബിൾ ആയിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ എന്താണ് അവർക്ക് വേണ്ട അവസരങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് ലൈഫ് ടൈം അവരുടെ കരിയേഴ്സിന് ഒരു തടസ്സവും ഭംഗവും വരുത്താതെ തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസും ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ പ്രധാന പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, യെസ്.
Then last one എന്താണ്? To provide programmers and facilities for personal growth on the job. To provide programs എന്നാണ്, ഇപ്പൊ programmers എന്നല്ല, programs and facilities for personal growth on the job. യെസ്, അതായത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതായത് പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? കൂടുതൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇപ്പൊ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പോലെ അല്ലെങ്കിൽ പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റ്, മോട്ടിവേഷൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാക്സിമം അവരെ നമ്മൾ എന്ത് ചെയ്യും? അവരെ ആ ഒരു കമ്പനിക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള എല്ലാത്തരം റിസോഴ്സസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, എല്ലാത്തരം സപ്പോർട്ടും എൻകറേജ്മെന്റും കൊടുത്തിട്ട് എന്താണ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഇത്തരം പ്രിൻസിപ്പിൾസ് നമ്മൾ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, നോക്കാം ഓരോ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയായിരുന്നു, ഇത് പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിള് to select and employ the best qualified person for each job. ഏറ്റവും മികച്ച ആൾക്കാരെ മാത്രം, മികച്ച യോഗ്യതയുള്ളവരെ മാത്രമാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് റിക്രൂട്ട്മെന്റ് പോളിസി പ്രകാരം. അതോടൊപ്പം തന്നെ എന്താണ് തിരഞ്ഞെടുത്തവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? To employ the best and most promising of the hire. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താണ്? ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. അല്ല, അവർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മറ്റെന്തൊക്കെ പ്രോഗ്രാംസുകളും ഫെസിലിറ്റീസും റിസോഴ്സസും കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ പോലും തിരഞ്ഞെടുത്താണെങ്കിൽ പോലും എന്താണ് അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ അതിനു വേണ്ടി ഒരു ചട്ടക്കൂട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലേ, പുറത്ത് ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ നല്ല രീതിയിൽ പോളിസീസ് ഒക്കെ നോക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് പോളിസീസിലൊക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇവിടെ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരും സെലക്ട് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് കൈക്കൂലിയൊക്കെ കൊടുത്ത് നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ നോർമൽ പ്രോസസ് അനുസരിച്ച് ഈ ഒരു രീതിയിലാണ്, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ പ്രകാരമാണ് നല്ലൊരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. എന്നാൽ പോലും ചില ഓർഗനൈസേഷൻസ് എപ്പോഴും നെഗറ്റീവ്സ് മാത്രം ചൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റിക്രൂട്ട്മെന്റ് പോളിസി തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 4 പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? അത് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയറാണോ? നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. There is no general procedure for hiring new staff which is applicable to business enterprises. Each enterprise has its customized procedure which brings its desired quantity and quality of manpower at the minimum possible cost. Okay, yes. ഇവിടെ എന്താ പറയുന്നത്? നമുക്കറിയാം ഓരോ ജോലി സ്ഥലങ്ങളിലും ഓരോരോ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. എല്ലാ സ്ഥലങ്ങളും ഒരേ പ്രൊസീജിയേഴ്സ് തന്നെയാണോ അവർ പിന്തുടരുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും അതിലെ വ്യത്യസ്തത ഉണ്ടായിരിക്കും അല്ലെ. യെസ്, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് മാക്സിമം എന്താണ്
ഏറ്റവും സാധ്യമായ ചിലവില് ജീവനക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അതായത് പ്രത്യേകിച്ച് ന്യൂ സ്റ്റാഫിനെ നമ്മൾ എടുക്കുന്ന കാര്യത്തിൽ അല്ലെ, അതായത് പുതിയൊരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാഫിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഓർഗനൈസേഷനും ഒരേ പ്രൊസീജിയർ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വ്യത്യസ്തം ഉണ്ടായിരിക്കും. ഓക്കെ, മാത്രമല്ല അവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ്, ഓരോ എന്റർപ്രൈസസിനെ സംബന്ധിച്ചുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ എന്നൊക്കെ പറയില്ല നമ്മൾ, അതിനാണ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവരുടേതായ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവര് മാൻ പവേഴ്സിന് മിനിമം പോസിബിൾ കോസ്റ്റ്സ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോ ഓർഗനൈസേഷനും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അത് ഇത്രയുള്ള വേറെ ഒന്നുമില്ല അതിൽ കേട്ടോ. ന്യൂ സ്റ്റാഫിനെ എടുക്കുന്നത് ഓരോ ഓർഗനൈസേഷനും വ്യത്യസ്ത രീതിയിലാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ പറയുമ്പോ. നമ്മൾ മാൻ പവർ റിക്വയർമെന്റ്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാൻ പവർ റിക്വയർമെന്റ്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ പ്രെഡിക്റ്റിംഗ് ആണ് അല്ലെ. റിക്വയർമെന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാൻ പവർ റിക്വയർമെന്റ്സ് മുൻകൂട്ടി കാണുന്ന ആരുടെ ആവശ്യങ്ങളാണ്? എംപ്ലോയീസിന്റെ ആവശ്യമാണ് അല്ലെ. യെസ്, അതായത് ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് പറയാം. A requisition or an intent for a recruitment should be submitted by the line official. The intent should be taken checked against posts allotted to the department batch. If the intents are found correct, the proposed requirements are authorized and the initial pay, the scale and other admissible allowance are decided. In the end, job specifications and man specifications are decided in consultation with the line managers. Okay. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ റിക്വസിഷൻ അല്ലെങ്കിൽ ഇന്റന്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? റിക്വസിഷൻ അല്ലെങ്കിൽ ഇന്റന്റ് എന്ന് പറയുന്നത് ഇന്റന്റ് അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് അല്ലെ. റിക്വസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് റിക്വസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇന്റന്റ് അഭ്യർത്ഥന റിക്വസ്റ്റ് ആണ്. നമ്മളിത് ആർക്കാണ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മളിത് ആർക്കാണ് ഈ അഭ്യർത്ഥന കൊടുക്കുന്നത്? ലൈൻ ഒഫീഷ്യലിനാണ് അല്ലെ. ലൈൻ ഒഫീഷ്യലിനാണ് നമ്മൾ ഈ ഒരു അഭ്യർത്ഥന സമർപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ സ്റ്റാഫിനും ഒരു സ്റ്റാഫിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലൈൻ ഒഫീഷ്യലിന് എന്ത് കൊടുക്കുന്നത്? ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ലൈൻ ഒഫീഷ്യലിന് നമ്മൾ ഒരു ഇന്റന്റ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? ഒരു സ്റ്റാഫിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട്, ഒരു റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റന്റ് സമർപ്പിക്കുന്നു. ഓക്കെ, ഇനി ഈ ഇന്റന്റ് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഇന്റന്റ് എന്തായാലും എന്താണ് അദ്ദേഹം പരിശോധിക്കുന്നത്. പരിശോധിക്കുന്നത് എങ്ങനെയായിരിക്കും? ചെക്ക് അലോട്ടഡ് പോസ്റ്റ്, ഏത് പോസ്റ്റിലേക്കുള്ള തസ്തികയിലാണോ അയാളെ നിയമിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ആ ലൈൻ ഒഫീഷ്യൽസ് ഒന്ന് അനലൈസ് ചെയ്യും. എന്തൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അനുവദിച്ച തസ്തികകൾ ഏതൊക്കെയാണോ അതൊന്ന് പരിശോധിക്കും. ഓക്കെ, പരിശോധനയ്ക്ക് ശേഷം എന്ത് ചെയ്യും? ഒന്ന് വിലയിരുത്തും അല്ലെ. യെസ്, വിലയിരുത്തിയതിനു ശേഷം എന്താണ്? പ്രപ്പോസൽ ആൻഡ് റിക്വയർമെന്റ്സ് ആണ് പറയുന്നത്. പ്രപ്പോസൽ റിക്വയർമെന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രപ്പോസൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിന് ഏതൊക്കെ സാലറി, ഏതൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കണം, എന്തൊക്കെ അലവൻസുകൾ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, യെസ്, അപേക്ഷയല്ല. പ്രപ്പോസൽ റിക്വയർമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് ഏതൊക്കെ സാലറി പാക്കേജ്, ഇനീഷ്യൽ പേ, ഏതൊക്കെ സാലറി കൊടുക്കണം, സാലറി സ്കെയിൽ വ്യത്യാസം വരുത്തണോ, മറ്റ് അലവൻസുകൾ കൊടുക്കണോ എന്നൊക്കെ നമ്മള് അതിൽ കൃത്യമായിട്ട് ആ ലൈൻ ഒഫീഷ്യൽസ് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി അപ്പൊ അവിടെ വെച്ച് എന്താണ് ഏതൊക്കെ കൊടുക്കണമെന്ന് ആ ഒരു സമയത്ത് തന്നെ നിർണ്ണയിക്കപ്പെടും അല്ലെ. പ്രപ്പോസൽ റിക്വയർമെന്റ്സ് എന്നല്ലേ? അതെ അതെ, യെസ് യെസ്. പ്രപ്പോസൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ആർ ഓതറൈസ്ഡ് ആൻഡ് the initial pay, the scale and other admissible allowances are decided. Okay, റിക്വയർമെന്റ്സ് അനുസരിച്ച് ആളുടെ സാലറി സ്പേസ് സ്കെയിൽ നമ്മൾ അവിടെ നിർണ്ണയിക്കപ്പെടും. അതിനുശേഷം എന്താണ്? in the end, job specifications and man specifications are decided in consultation with the line managers. അപ്പൊ നമ്മൾ സാലറി പാക്കേജസും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിനു ശേഷം എന്താണ് ഇവിടെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ലൈൻ മാനേജറുമായി നമ്മൾ കൂടി ആലോചിച്ചതിന് ശേഷം ഏതൊക്കെ ജോലി ചുമതലകളാണ്, ഏതൊക്കെ ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ് ആൾക്ക് കൊടുക്കേണ്ടതെന്ന്, അതായത് അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണോ അതിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലികൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാല് എന്താണ്, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഒരു പുതിയ ഒരു എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയും നിർവചിക്കുകയും പെടുന്ന ഒരു പ്രക്രിയയാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു പുതിയ എംപ്ലോയീസിനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യലായിട്ട് അവരെ ആവശ്യപ്പെടുന്ന അവരുടെ ആവശ്യങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ് ആണ് എന്താ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു അഭ്യർത്ഥന കൊടുത്തിട്ടാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ആദ്യം ഒരു ഇന്റന്റ് സമർപ്പിക്കുന്നു, കൊടുത്ത ഇന്റന്റ് കൃത്യമായിട്ട് അദ്ദേഹം പരിശോധിക്കും ശേഷം എന്താണ് അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സാലറി പാക്കേജസുകൾ അലോട്ട് ചെയ്യണം, പിന്നെ ഏതൊക്കെ ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതിനു ശേഷം മാത്രമായിരിക്കും അയാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, യെസ്. ഒരു ഇന്റന്റിലൂടെ റിക്വസ്റ്റിലൂടെയാണ് ഇത്രയും ഒരു പ്രക്രിയ നടക്കുന്നത്. മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, കുറച്ചുപേര് ഓക്കെ അടിക്കുന്നത്, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. യെസ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്, റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സിന്റെ പ്രോസസ്സുകളാണ് അല്ലെ. ഫസ്റ്റ് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തു, ദെൻ ഓരോ ന്യൂ സ്റ്റാഫ്സിന് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനും പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ മാൻ പവർ റിക്രൂട്ട്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്, ഇന്റന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇന്റന്റ് മുഖാന്തരം റിക്വസ്റ്റ് ചേർത്തിട്ടാണ് നമ്മൾ ആ ജോലി ആവശ്യകതകൾ കൊടുക്കുന്നതും അല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകളെ നമ്മൾ അഭ്യർത്ഥിക്കുകയും അവരെ നിർവചിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ഡെവലപ്മെന്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി നമ്മൾ ഏതൊക്കെ സോഴ്സിലൂടെയാണ് ആൾക്കാരെ അല്ലെങ്കിൽ ജീവനക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിന് പ്രധാനമായിട്ടും 2 സോഴ്സസ് ഉണ്ട്, ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇന്റേണൽ സോഴ്സസിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. These consist of personnel who are already on the payroll of an organization, its present working force. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted, or sometimes demoted. നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത് ആദ്യം എവിടെ നിന്ന് തന്നെയായിരിക്കും, ഓർഗനൈസേഷന്റെ അകത്ത് നിന്ന് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്നാണ് ആദ്യം ഇന്റേണൽ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മള് സെലക്ട് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ചില എംപ്ലോയീസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വന്നേക്കാം, അപ്ഗ്രേഡ് ചെയ്യേണ്ട എംപ്ലോയീസ് ഉണ്ടാവാം, ട്രാൻസ്ഫർ ചെയ്യേണ്ട എംപ്ലോയീസ് ഉണ്ടാവാം, പ്രൊമോട്ടഡ് ചെയ്യേണ്ടവരുണ്ടാവാം, സംടൈംസ് ഡിമോട്ട് ചെയ്യേണ്ടവരുണ്ടാവാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇന്റേണൽ ആയിട്ട് ഓർഗനൈസേഷൻ ആരൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണമെന്ന് ഇവിടെയാണ് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത്. ഇന്റേണൽ സോഴ്സസ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബാക്കി എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അതായത് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ ഇന്റേണൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? വിത്തിൻ ദ ഓർഗനൈസേഷനിൽ തന്നെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പുറത്ത്, ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ. അതിൽ ആരൊക്കെ വരുന്നുണ്ട്? ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ന്യൂ എൻട്രൻസ്, അൺഎംപ്ലോയിഡ്, റിട്ടയർഡ് എക്സ്പീരിയൻസ് പേഴ്സൺസ്, അതേഴ്സ്. ഓക്കെ, അപ്പൊ ഓരോന്ന് നോക്കാം. ന്യൂ എൻട്രൻസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ന്യൂ എൻട്രൻസ് ലേബർ ഫോഴ്സ്, യങ് മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, ദ കോളേജ് സ്റ്റുഡൻസ് അല്ലെ. ഫ്രഷേഴ്സിനാണ് നമ്മൾ ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ആരെയാണ്? ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള കോളേജ് സ്റ്റുഡൻസ് അല്ലെ. ഫ്രഷേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ് അല്ലെ. യെസ്, അവരെ നമ്മൾ എന്താണ് ഒരു റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ സെലക്ട് ചെയ്യപ്പെടും അല്ലെ. അവിടെ പോയിട്ട് നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് എന്താണ് കോളേജ് സ്റ്റുഡൻസിന് നമ്മൾ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത കാറ്റഗറി ഏതാണ്? അൺഎംപ്ലോയിഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത് ആരെയാണ്? നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും സ്കിൽസ് ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. യെസ്, കഴിവുണ്ടായിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ട്. യെസ്, ബേസ്ഡ് ഓൺ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സസിന് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ആരെയാണ്? അൺഎംപ്ലോയീസിനെ. ആദ്യം സെലക്ട് ചെയ്യുന്ന ആരെയാണ്? ന്യൂ എൻട്രൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ. മൂന്നാമത് റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. റിട്ടയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെ.
യെസ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് മുമ്പ് ഒരുപാട് വർഷക്കാലം ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു റിട്ടയർഡ് ആയിട്ട്. എന്നിരുന്നാൽ പോലെ കുറച്ചു കാലം കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്നൊക്കെ നോക്കി പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരെ നമ്മൾ സെലക്ട് ചെയ്യും. അതിൽ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കേട്ടോ. ഹെൽത്തും കൂടി നോക്കണം. ഈ റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് ഓൾറെഡി ഏജ് ഓവർ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആരെയാണ് മറ്റുള്ള അതേഴ്സിനെ നമ്മള് എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് റിക്രൂട്ട്മെന്റ് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ ഓർഗനൈസേഷന്റെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും വഴിയാണ് നമ്മൾ ജീവനക്കാരെ ഒരു ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് നിന്ന് തിരഞ്ഞെടുക്കുന്നു. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് പുറത്ത് നിന്ന് തിരഞ്ഞെടുക്കുന്നു. എങ്ങനെയുള്ള ആൾക്കാരെ? ഫ്രഷേഴ്സിനെ, അൺഎംപ്ലോയീസിനായിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അല്ലെങ്കിൽ അതേഴ്സ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് എന്താണ്? അപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാരെ തിരഞ്ഞെടുത്തു. അല്ലാതെ ഇനി വേറൊരു ടെക്നിക്സ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു 3 മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, ഓരോ മെത്തേഡ്സ് എന്തിനെ സൂചിപ്പിക്കുന്നത് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലെ. ഡയറക്റ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. These consist of sending traveling recruiters to educational and professional institution employees, contact with the public and mannered exhibits. One of the widely used direct methods is that sending recruiters to colleges and technical schools. Okay, ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് നടക്കുന്നത്? റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യും? അവരുടെ സ്ഥാപനം, ഇപ്പൊ കോളേജസിൽ അല്ലെങ്കിൽ ഏത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ഉള്ളത്, അവിടെ നേരിട്ട് പോയിട്ട് എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കും. നേരിട്ട് പോയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കോളേജിലൊക്കെ സെലക്ഷൻസ് ഒക്കെ ചെയ്യാറില്ലേ ചില കമ്പനീസ് ഒക്കെ വന്നിട്ട്? ഓക്കെ, യെസ്, ഇങ്ങനെ ഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത്. അപ്പൊ റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ എവിടെയാണോ പ്രത്യേകിച്ച് ഒരു കോളേജ്, പ്രൊഫഷണൽ കോളേജിലേക്ക് പോയി നേരിട്ട് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് എന്താ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്യാമ്പസ് ഇന്റർവ്യൂ, ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നമ്മൾ അത് തന്നെ. ഓക്കെ, യെസ്, അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? Advertising newspapers, on the radio, in trade professional journals and technical magazines and brochures are most included in this method. Indirect ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് അഡ്വർടൈസ്മെന്റ് വഴിയാണ് അല്ലെ. അതായത് പ്രത്യേകിച്ച് ന്യൂസ് പേപ്പറോ റേഡിയോ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ ജേർണൽസിൽ നിന്നോ ടെക്നിക്കൽ മാഗസീൻസോ ബ്രോഷറുകളായിട്ടുള്ള ഓരോ കമ്പനീസിന്റെ ബ്രോഷറുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ വഴി എന്താണ്? ഇത് കാണുന്ന വഴി നമ്മൾ നമ്മൾ അട്രാക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയും ചെയ്യും. ഓക്കെ, അതാണ് എന്താ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടുതൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതർ സോഴ്സസുകളാണ് അല്ലെങ്കിൽ അഡ്വർടൈസിങ്സ് ആണ് അല്ലെ. ഇത് പരസ്യങ്ങൾ മുഖാന്തരം നടത്തപ്പെടുന്ന റിക്രൂട്ട്മെന്റ്സുകളാണ്. ഇനി തേർഡ് പാർട്ടി മെത്തേഡ്, അടുത്ത റിക്രൂട്ട്മെന്റ് മെത്തേഡ് എന്താണ്? തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് അല്ല, ഇവ കൂടാതെ തന്നെ മറ്റ് ഏജൻസീസ് വഴി അല്ലെ. ദ യൂസ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, സ്റ്റേറ്റ് ഏജൻസീസ്, placement office of schools, colleges and professional associations, recruiting firms, management consulting firms, friends and relatives. Okay, yes, third party എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? മറ്റ് ഏജൻസികൾ വഴിയാണ് അല്ലെ. നമ്മൾ പല ഏജൻസീസ് വഴി നമ്മളിപ്പോ പുറത്തോട്ടൊക്കെ പോകുന്ന അവസരങ്ങൾ കണ്ടിട്ടില്ലേ? യെസ്, പല ഏജൻസീസ് ഉണ്ട്. എംപ്ലോയ്മെന്റ് ഏജൻസി ഉണ്ട്, സ്റ്റേറ്റ് ഏജൻസി ഉണ്ട്, പ്ലേസ്മെന്റ് ഓഫീസ് സ്കൂളുകളുണ്ട്, കോളേജ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. റിക്രൂട്ട്മെന്റിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഫേംസുകൾ ഉണ്ട്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫേമുകൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ്. ഇതൊന്നും കൂടാതെ എന്താ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് അറിയാറുണ്ട്? ഏതെങ്കിലും ജോലിനെ കുറിച്ച് അറിയാറുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇവരൊക്കെയാണ് എന്ത് തേർഡ് പാർട്ടി മെത്തേഡ്സിൽ വരുന്ന റിക്രൂട്ട്മെന്റിന്റെ ഒരു ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് പറഞ്ഞിട്ട് അല്ലാതെ തന്നെ നമ്മൾ എന്തറിയും? അവരും ഒരു കാറ്റഗറി തന്നെയാണ്. എന്നാല്
അപ്പൊ ഏതെങ്കിലും ഏജൻസീസ് വഴി നമ്മളെ മുഖാന്തരം വിളിക്കും, ഇന്ന സ്ഥലങ്ങളിൽ ജോലിക്ക് ഒഴിവുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും മെയിൽ എന്തെങ്കിലും അയച്ചിട്ടുണ്ടായിരിക്കില്ല, അതുവഴി നമ്മൾ സെലക്ട് ചെയ്തിട്ട് വിളിക്കുന്നുണ്ടാവും ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതെല്ലാമാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? തേർഡ് പാർട്ടി മെത്തേഡിന് വരുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിന് 3 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി. ഡയറക്റ്റ് എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ് നേരിട്ട് കോളേജസ്, പ്രൊഫഷണൽ കോളേജിൽ പോയി റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ അഡ്വർടൈസ്മെന്റ് വഴി നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഏജൻസീസ് വഴി. ഏതൊക്കെയാണ്? പ്രൊഫഷണൽ അസോസിയേഷൻസ്, റിക്രൂട്ടിംഗ് ഫേംസ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉൾപ്പെടെ വരെ എന്തെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് തേർഡ് പാർട്ടി മെത്തേഡ്സിൽ വരുന്നതാണ് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് പ്രോസസ് എന്താണ്? റിക്രൂട്ട്മെന്റിന്റെ ലാസ്റ്റ് പ്രോസസ് ആണ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. Recruiting source should be periodically assessed. For this purpose, the criteria may be the cost per applicant, the applicant hiring ratio, tenure, performance and appraisal, etc. For റിക്രൂട്ട്മെന്റിന്റെ ലാസ്റ്റ് പ്രോസസ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് അതിനെ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് ശരിയാണോ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ റിക്രൂട്ട്മെന്റ് സോഴ്സസ് നമ്മൾ പീരിയോഡിക്കലി എന്ത് ചെയ്തിരിക്കണം? ഇടയ്ക്കിടെ വിലയിരുത്തിയിരിക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടെ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊടുക്കണമെങ്കിൽ അതിലെന്തെങ്കിലും തരത്തില് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിശകലനം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള ചേഞ്ചസ് അതിൽ വരുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഓൾറെഡി പോളിസീസ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ച് നമ്മള് അത് നോക്കാതിരിക്കരുത്. എന്ത് ചെയ്യണം? ഇടയ്ക്ക് അത് നമ്മൾ വിലയിരുത്തിയിരിക്കണം. ഓക്കെ, യെസ്. ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കണം? കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, അല്ലെങ്കിൽ ഒരു അപേക്ഷന്റെ ചിലവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, ആപ്ലിക്കന്റ് ഹയറിംഗ് റേഷ്യോസ്, അല്ലെങ്കിൽ നിയമന അനുപാതം എത്രത്തോളം ആയിരിക്കണം. ടെനർ എന്ന് പറയുന്നത് എന്താണ്? ടെനർ കാലാവധി, ഇത്ര വർഷം എന്നൊക്കെ പറയില്ല നമ്മുടെ ടെനർ. യെസ്, കാലാവധി എത്രത്തോളമാണ്, ഏതൊക്കെ രീതിയിൽ അവരുടെ പ്രകടന മൂല്യനിർണ്ണയം നമ്മൾ അതായത് പെർഫോമൻസ് അപ്രീഷ്യൽ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഒരു അസസ്മെന്റ് നമ്മൾ ചെയ്തേ മതിയോ അല്ലെ? പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. കോസ്റ്റ് പെർ ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷന് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്, പിന്നെ നിയമിക്കുന്നതിന് അനുപാതം എത്രത്തോളം, അതേപോലെ തന്നെ കാലാവധി, പെർഫോമൻസ് എക്സ്പെക്ടേഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ കൂടുതൽ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത അവിടെ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, യെസ് യെസ്. നമ്മൾ പഠിച്ച എന്താണ്? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു റിക്രൂട്ട്മെന്റ് പോളിസി ക്രിയേറ്റ് ചെയ്യുക. 4 ജനറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ പ്രത്യേകിച്ച് ന്യൂ സ്റ്റാഫുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന അവരുടേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അഭ്യർത്ഥന മുഖാന്തരം ഒരു പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ജീവനക്കാർ അപേക്ഷിക്കുന്നതിന്റെ ഒരു പ്രൊസീജിയേഴ്സിനാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അഭ്യർത്ഥന കൊടുക്കുന്നു. അഭ്യർത്ഥന കൊടുത്തതിന് ശേഷം അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നു. ഏതൊക്കെ രീതിയിലുള്ള സാലറി അദ്ദേഹത്തിന് കൊടുക്കണം, ഏതൊക്കെ പാക്കേജസുകളാണ് ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ തൊഴിൽ ഉത്തരവാദിത്തങ്ങളിൽ ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് സോഴ്സസ് തിരഞ്ഞെടുക്കുന്നത് 3 രീതിയിലാണ്. ഇന്റേണൽ സോഴ്സസ് എന്നും എക്സ്റ്റേണൽ സോഴ്സ് 2 രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അതിൽ ഏതൊക്കെയാണ്? ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ്? ഇവിടെ 3 മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് നമ്മൾ റിക്രൂട്ട്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. ഡയറക്ട് മെത്തേഡ്, ഇൻഡയറക്ട് മെത്തേഡ് ആണ്
തേർഡ് പാർട്ടി മെത്തേഡ്. ഡയറക്ട് മെത്തേഡ് എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ് നേരിട്ട് പോയി സെലക്ട് ചെയ്യുന്നതും, ഇൻഡയറക്ട് മെത്തേഡ്സ് ഉദ്ദേശിക്കുന്നത് അഡ്വർടൈസ് മുഖാന്തരം നടത്തപ്പെടുന്ന റിക്രൂട്ട്മെന്റ് ആണ്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത് ഏജൻസീസ് മുഖാന്തരം നടത്തപ്പെടുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് നമ്മള് ഈ അസസ്മെന്റിനെ കുറിച്ച്, റിക്രൂട്ട്മെന്റിന്റെ അസസ്മെന്റ് ഇടയ്ക്കിടെ നമ്മളിത് വിലയിരുത്തിയിരിക്കണം. കാരണം അപേക്ഷന്റെ നിയമന അനുപാതത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കാലാവധിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രേഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഇടയ്ക്കിടെ അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സുകൾ ഓരോ ഓർഗനൈസേഷനും നടത്തപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതിൽ സംശയം ചോദിക്കും കേട്ടോ. ടെനർ എന്ന് വെച്ചാൽ കാലാവധി, എത്ര വർഷം, എത്ര വർഷത്തെ കാലത്തേക്ക് എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, ചോദിക്കാണ്ട് ചോദിക്കും കേട്ടോ. ഫോർകാസ്റ്റ് മാൻപവർ എന്താണ് മനസ്സിലായില്ലേ ഹസീന? അതായത് ഒരു സ്ഥാപനത്തിനുള്ളില്, ഒരു ഓർഗനൈസേഷനുള്ളില് നമ്മള് പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ എന്ന് പറയുന്നത്. അത് നമ്മളൊരു അഭ്യർത്ഥന മുഖാന്തരമാണ് നടത്തപ്പെടുന്നത്. നമ്മളൊരു അഭ്യർത്ഥന റിക്വസ്റ്റ് കൊടുക്കും. റിക്വസ്റ്റിൽ എന്തുണ്ടായിരിക്കും? ഓരോ തൊഴിലാളിക്ക് വേണമെങ്കിൽ ഒരു തൊഴിലാളിയുടെ പ്രത്യേക ആവശ്യകതകളായിരിക്കും അതിലുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആൾക്ക് ഏതൊക്കെ സാലറി പാക്കേജസ് കൊടുക്കണം, ഏതൊക്കെ ജോലികൾ കൊടുക്കണം, ഏതൊക്കെ ജോബ് സ്പെസിഫിക്കേഷൻസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയുള്ളൂ. ക്ലിയറാണോ? യെസ് യെസ്, എംപ്ലോയീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.